വെൽക്കം ടു ബുദ്ധ സ്റ്റീറ്റ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കാക്കനാട് ഇൻഫോ പാർക്കിനടുത്ത് പള്ളിക്കരയിൽ ബസ് റൂട്ടിൽ നിന്ന് വെറും 200 മീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ഒരു വില്ല പ്രൊജക്റ്റിനുള്ളിലാണ്. ഈ ഒരു വില്ല പ്രൊജക്റ്റിനുള്ളിലായി 8ഓളം വില്ലകളുണ്ട്. അതിൽ 2 വീടുകളാണ് സെയിലിനായിട്ട് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ ഈ വീടിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. 5 സെൻറ്റ് സ്ഥലത്ത് 2600 സ്ക്വയർ ഫീറ്റ്, 4 ബെഡ്റൂമുകളും സ്റ്റഡി റൂമും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സഹിതമാണ് ഈ ഒരു സ്പേഷ്യസ് ആയ വീട് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. കോമ്പിനേഷൻ എലിവേഷന് നിർമ്മിച്ചിട്ടുള്ള ഈ വീടിൻ്റെ എലിവേഷന് ഭംഗി നൽകാനായി സ്ലോപ്പിംഗ് റൂഫിൽ ഷിംഗിൾസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ എലിവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം സ്പോട്ട് ലൈറ്റുകളും ഡിഫറൻ്റ് ആയ കളർ കോമ്പിനേഷനുള്ള പെയിൻറ്റുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സ്ലോപ്പിംഗ് റൂഫിൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ സ്ക്വയർ ട്യൂബ് വർക്കിൽ മെറ്റൽ ഷീറ്റിൽ CNC കട്ടിംഗ് ഒക്കെ ചെയ്ത് വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നാച്ചുറൽ പ്ലാന്റും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 4.2 മീറ്ററാണ് ഇവിടെ ഇന്റേണൽ റോഡ് വരുന്നത്. ഇന്റർലോക്ക് കട്ടകളാണ് റോഡ് വിരിച്ചിരിക്കുന്നത്. വീടിൻ്റെ കോമ്പൗണ്ട് വാളിലേക്ക് വന്നാൽ സ്ക്വയർ ട്യൂബ് വർക്ക് നൽകി 4-വേ ലൈറ്റും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു വിക്കറ്റ് ഗേറ്റും നൽകിയിട്ടുണ്ട്. വിക്കറ്റ് ഗേറ്റിൻ്റെ മുകളിലായിട്ട് സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുത്ത് സ്ക്വയർ ട്യൂബിൽ CNC കട്ടിംഗ് ഒക്കെ കൊടുത്താണ് ഈ ഒരു ഗേറ്റ് ഇവിടെ വന്നിരിക്കുന്നത്. 5.6 മീറ്ററോളമാണ് ഇവിടെ ഗേറ്റിൻ്റെ ഓപ്പണിംഗ് സ്പേസ് വരുന്നത്. ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഭാഗത്ത് ഫോൾഡിംഗ് ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത്. വ്യത്യസ്തമായ ഒരു കളർ കോമ്പിനേഷൻ CNC കട്ടിങ്ങും സ്ക്വയർ ട്യൂബ് വർക്കിലുമാണ് ഈ ഒരു ഗേറ്റ് ഇവിടെ വന്നിരിക്കുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് ഇന്റർലോക്ക് കട്ടകൾ വിരിച്ച വിശാലമായ ഒരു മുറ്റത്തേക്കാണ്. കിഴക്ക് ദർശനമായിട്ടുള്ള ഈ വീടിന് 2 കാർ പാർക്കിംഗ് സൗകര്യമാണ് വരുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ കവേർഡ് കാർ പാർക്കിങ്ങിലായിട്ടാണ് ഉള്ളത്. ഈ ഒരു ഭാഗത്തെല്ലാം തന്നെ ഇന്റർലോക്ക് കട്ടകളാണ് വിരിച്ചിരിക്കുന്നത്. ഇനി ഇവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൂടി വരാനുണ്ട്. 15 അടിയിലേറെ നീളവും 14 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു കവേർഡ് കാർ പാർക്കിങ്ങിന് ഉള്ളത്. ഈ ഒരു കാർ പാർക്കിംഗ് ഗേറ്റിൻ്റെ അവിടം വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഷീറ്റ് വർക്കുകളിലൂടെ കംപ്ലീറ്റ് ആവാനായിട്ട് ഉണ്ട്. കൂടാതെ അത്യാവശ്യം സ്പോട്ട് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുള്ള ഈ ഒരു കാർ പാർക്കിങ്ങിന് 2 പവർ പോയിന്റുകളാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് വന്നാൽ നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ട് കിണറും നൽകിയിട്ടുണ്ട്. ഇത് നോർത്ത് സൈഡാണ്. 5 അടിയോളമാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് വർക്ക് ഏരിയയാണ് വന്നിട്ടുള്ളത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ ഈസ്റ്റ് സൈഡിലായിട്ടാണ് ഉള്ളത്. 7 അടിയിലേറെയാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. ഇവിടെയും ഇന്റർലോക്ക് കട്ടകളാണ് വിരിച്ചിരിക്കുന്നത്. ഇനി ഇവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൂടി വരാനുണ്ട്. ഈ ഒരു ഭാഗം നമുക്ക് 2 വീലർ പാർക്കിങ്ങിനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. കൂടാതെ ഇവിടെ എല്ലാം തന്നെ ഫ്രണ്ട് സൈഡിൽ ബേസ്മെൻറ്റിൽ ടൈലും ഗ്രാനൈറ്റുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം 2-വേ ലൈറ്റ്സ് ഒക്കെ ഈ ഒരു എലിവേഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ സൗത്ത് സൈഡിലായിട്ടാണ് ഉള്ളത്. 3 അടിയോളമാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. ഇവിടെയും ഇന്റർലോക്ക് കട്ടകളാണ് വിരിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ വെസ്റ്റ് സൈഡിലായിട്ടാണ് ഉള്ളത്. 3 അടിയോളമാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. ഇവിടെ എല്ലാം തന്നെ ഇന്റർലോക്ക് കട്ടകളാണ് വിരിച്ചിരിക്കുന്നത്. അത്യാവശ്യം നടക്കാനുള്ള സ്പേസ് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ലഭിക്കുന്നുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സിറ്റ് ഔട്ട് ഫുള്ളി ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. 9 അടിയോളം നീളവും 4.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു സിറ്റ് ഔട്ടിന് ഉള്ളത്. 2-3 ചെയർ ഇടാനുള്ള സ്പേസ് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ലഭിക്കുന്നുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൊഫൈൽ ലൈറ്റ് സ്പോട്ട് ലൈറ്റും ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. മനോഹരമായ ഒരു വാൾ ലൈറ്റും നൽകിയിട്ടുണ്ട്. കിഴക്ക് ദർശനമായിട്ടുള്ള ഈ വീടിൻ്റെ മെയിൻ ഡോർ തേക്കിൻ തടിയിൽ ഒറ്റപ്പാളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. മനോഹരമായ ഒരു ഡിസൈനാണ് ഈ ഒരു മെയിൻ ഡോറിന് നൽകിയിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ വിശാലമായ ലിവിങ് സ്പേസിലേക്ക് വരാം. 13.5 അടിയിലേറെ നീളവും 10.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ലിവിങ് സ്പേസിന് ഉള്ളത്. ഈസ്റ്റിലേക്ക് വലിപ്പമുള്ള വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു വോളിലേക്ക് വന്നു കഴിഞ്ഞാൽ 2 ലക്ക സ്പേസ് നൽകിയിട്ടുണ്ട്. കൂടാതെ അതിൽ സ്പോട്ട് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് മനോഹരമായ ഒരു വാൾ ലൈറ്റും വരുന്നുണ്ട്. ഇവിടെയായിട്ട് വലുപ്പമുള്ളൊരു കോർണർ സെറ്റ് തന്നെ ഇടാനുള്ള സ്പേസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. കൂടാതെ കോഫി ടേബിൾ വരാനുള്ള സ്പേസും ഉണ്ട്. ഇവിടെയായിട്ടാണ് TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. റൊട്ടേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് TV യൂണിറ്റ് വന്നിരിക്കുന്നത്. താഴെയായി അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. കൂടാതെ ഇവിടെയൊക്കെ അത്യാവശ്യം ഡക്ക സ്പേസും സ്പോട്ട് ലൈറ്റ് നൽകിയിട്ടുണ്ട്. മുകളിലായിട്ട് CNC കട്ടിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതിനെ കണ്ടിന്യൂ ചെയ്ത് വരുന്ന പാനലിനകത്ത് സ്പോട്ട് ലൈറ്റും ഹാങ്ങിങ് ലൈറ്റ്സും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ബെഡ്റൂമിലേക്കുള്ള പ്രൈവസിക്ക് വേണ്ടി ഇവിടെയായിട്ടൊരു പാർട്ടീഷൻ വരുന്നുണ്ട്. ലൂവാർഡ് ഡിസൈനിലുള്ള പാനലിംഗ് ഒക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു പാർട്ടീഷൻ വരുന്നത്. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. സീലിംഗ് വർക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് സീലിംഗ് വരുന്നത്. ഇവിടെ എല്ലാം തന്നെ
വുഡൻ ടെക്സ്ചറിലുള്ള ലൂവേർഡ് ഡിസൈനിലുള്ള പാനലിംഗ് ആണ് നൽകിയിരിക്കുന്നത്. കൂടാതെ സ്പോട്ട് ലൈറ്റും സിലിണ്ടറിക്കൽ ലൈറ്റും എല്ലാം നൽകിയിട്ടുണ്ട്. ഈ ലിവിംഗ് സ്പേസിൽ നിന്ന് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ഒരു ഭാഗവും വളരെ മനോഹരമായി സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുത്താണ് സീലിംഗ് വർക്കുകൾ വന്നിരിക്കുന്നത്. ഇവിടെയായിട്ടൊരു ഡക്കർ സ്പേസും മനോഹരമായ ഒരു വാൾ ലൈറ്റും നൽകിയിട്ടുണ്ട്. ലിവിങ്ങിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെയായിട്ടൊരു പാർട്ടീഷൻ ഉണ്ടെന്ന്. അത് ഈ ഒരു ഭാഗത്തായിട്ടുള്ള ബെഡ്റൂമിന് പ്രൈവസി തരുന്നത് പോലെ തന്നെ ഈ ഒരു കോർണറായി സെറ്റ് ചെയ്തിരിക്കുന്ന വാഷ് കൗണ്ടറിൻ്റെ ഡയറക്റ്റ് വ്യൂ ലിവിങ്ങിലേക്ക് കിട്ടാത്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. സെറയുടെ വാഷ് കൗണ്ടറാണ് ഇവിടെയായിട്ട് നൽകിയിരിക്കുന്നത്. ബാക്കിലായിട്ട് പാനലിംഗ് വർക്കൊക്കെ ചെയ്ത് മനോഹരമായ ഒരു മിററും നൽകിയിട്ടുണ്ട്. കൂടാതെ സ്പോട്ട് ലൈറ്റും നൽകിയിട്ടുണ്ട്. താഴെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. പിന്നീട് ഈ ഒരു സൈഡിലേക്ക് നോക്കിയാൽ ഇവിടെ അത്യാവശ്യം ഡെക്കർ സ്പേസും വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് വെസ്റ്റിലേക്ക് ഒരു പെർമനന്റ് ഗ്ലാസ് വിൻഡോ നൽകിയിട്ടുണ്ട്. സേഫ്റ്റിക്ക് വേണ്ടി സ്ക്വയർ ട്യൂബ് വർക്കും വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് മുകളിലേക്കുള്ള സ്റ്റെയർ വരുന്നത്. സ്റ്റെയറിന്റെ താഴെയായിട്ട് നമുക്കൊരു റെക്ടാംഗുലർ ഷേപ്പിലൊരു ബോക്സ് പോലെ ലഭിക്കുന്നുണ്ട്. ഇവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ ഇട്ട് ഇൻഡോർ പ്ലാന്റ് ഒക്കെ കൊടുത്ത് നമുക്ക് മനോഹരമാക്കി എടുക്കാവുന്നതാണ്. ഈ ഒരു പാസേജിൽ നിന്നാണ് നമ്മൾ ഡൈനിങ് സ്പേസിലേക്ക് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു 2 ഡോർ വിൻഡോ നൽകിയിട്ടുണ്ട്. പാനലിംഗ് വർക്കൊക്കെ ചെയ്താണ് വിൻഡോ വരുന്നത്. ഇവിടെയായിട്ട് നാച്ചുറൽ പ്ലാന്റ് നൽകി ഒരു ഡക്കർ സ്പേസും വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ വിശാലമായ ഡൈനിങ് സ്പേസ് വരുന്നത്. 12 അടിയിലേറെ നീളവും 9 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ഡൈനിങ് സ്പേസിന് ഉള്ളത്. ഒരു 8 സീറ്റർ ഡൈനിങ് ടേബിൾ നമുക്ക് ഈസി ആയിട്ട് ഇവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. വെസ്റ്റിലേക്ക് ഒരു 4 ഡോർ വിൻഡോയും നൽകിയിട്ടുണ്ട്. വിൻഡോ പാനലിംഗ് വർക്കൊക്കെ ചെയ്താണ് വന്നിരിക്കുന്നത്. ഈ ഒരു വാൾ കംപ്ലീറ്റ്ലി വാൾപേപ്പർ ഒക്കെ കൊടുത്ത് മനോഹരമായ ഒരു വാൾ ലൈറ്റും നൽകിയിട്ടുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ പാനലിംഗ് ഒക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റുകളും നൽകിയാണ് സീലിംഗ് വർക്കുകൾ വന്നിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചൺ വരുന്നത്. ഈ വീട്ടിൽ വി ഗാർഡിൻ്റെ വയേഴ്സും GMൻ്റെ സ്വിച്ചസുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാം തന്നെ ഗ്ലോസി ടൈലാണ് നൽകിയിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചണിലേക്ക് വരാം. കിച്ചൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ നൽകിയിട്ട് കൗണ്ടർ ടോപ്പായിട്ട് ഗ്രാനൈറ്റ് ആണ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ക്രോക്കറി യൂണിറ്റ് നൽകിയിട്ടുണ്ട്. പാനലിംഗ് വർക്കൊക്കെ വന്ന് മനോഹരമായ ഹാങ്ങിങ് ലൈറ്റും സ്പോട്ട് ലൈറ്റും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വന്ന് അത്യാവശ്യം ഡക്കർ സ്പേസ് നൽകിയിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റ് കോർണറായിട്ടാണ് ഈ ഒരു കിച്ചൺ വരുന്നത്. 12 അടിയിലേറെ നീളവും 10.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു കിച്ചണിന് ഉള്ളത്. ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ വന്നിരിക്കുന്നത്. 3 ലെയറായി അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. പ്രൊഫൈൽ ഹാൻഡിലാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഓപ്പൺ ബോക്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈസ്റ്റിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ 2 സിങ്കുകൾ ലഭിക്കുന്നുണ്ട്. കൂടാതെ റൊട്ടേറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള ടാപ്പാണ് വന്നിരിക്കുന്നത്. ഇവിടെയായിട്ട് പ്യൂരിഫയർ വെക്കാനുള്ള ഓപ്ഷനും നൽകിയിട്ടുണ്ട്. കൗണ്ടർ ടോപ്പായിട്ട് ഗ്രാനൈറ്റ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെയും ഓപ്പൺ ബോക്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷനിലാണ് ഇവിടെ കബോർഡ് വർക്കുകൾ വന്നിരിക്കുന്നത്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുത്ത് വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ വിശാലമായ വർക്ക് ഏരിയയിലേക്ക് വരാം. 22 അടിയിലേറെ നീളവും 5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു വർക്ക് ഏരിയയ്ക്ക് ഉള്ളത്. ഇവിടെയായിട്ട് വലിപ്പമുള്ള ഒരു കൗണ്ടർ സ്പേസ് തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഗ്രാനൈറ്റ് ആണ് കൗണ്ടർ ടോപ്പായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. വലിപ്പമുള്ളൊരു സിങ്കും ടാപ്പും ലഭിക്കുന്നുണ്ട്. താഴെ ധാരാളം സ്റ്റോറേജ് സ്പേസും ലഭിക്കുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ മുകളിലായിട്ടും സ്റ്റോറേജ് സ്പേസും ഷെൽഫും ലഭിക്കുന്നുണ്ട്. ഇവിടെയായിട്ട് വാഷിംഗ് മെഷീൻ വെക്കാനുള്ളൊരു പ്രൊവിഷൻ കൂടി നൽകിയിട്ടുണ്ട്. അതിനുള്ള പവർ പോയിന്റും കാര്യങ്ങളും വന്നിട്ടുണ്ട്. 2 സൈഡിലും ഡോറൊക്കെ കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. കൂടാതെ ഇവിടെയെല്ലാം തന്നെ നെറ്റ് ചെയ്തിട്ട് ട്രാൻസ്പെറൻറ്റ് ഷീറ്റാണ് കവർ ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സീലിംഗ് ലൈറ്റോട് കൂടിയാണ് ഈ ഒരു വർക്ക് ഏരിയ ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോർ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 13 അടിയിലേറെ നീളവും 11 അടിയോളം വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. സൗത്തിലേക്ക് ഒരു സിംഗിൾ ഡോർ വിൻഡോയും വെസ്റ്റിലേക്ക് ഒരു 4 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. വിൻഡോകളെല്ലാം തന്നെ പാനലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ ഒരു വോളിലായിട്ട് ഒരു ഡക്കർ സ്പേസും നൽകിയിട്ടുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുത്ത് വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു കോർണറിലായിട്ടാണ് വാൾഡ്രോബ് ചെയ്തിരിക്കുന്നത്. 3 ഡോറുള്ള ഒരു വാൾഡ്രോബ് നൽകിയിട്ടുണ്ട്. കൂടാതെ ഇവിടെയായിട്ട് ഒരു ലാപ്ടോപ്പ് ടേബിളും അത്യാവശ്യം ഡക്കർ സ്പേസും വരുന്നുണ്ട്. ഈ ഒരു വാൾഡ്രോബ് കൂടാതെ ഇവിടെയായിട്ട് ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും നൽകിയിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ളൊരു മിററും താഴെയായിട്ട് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും ഡക്കർ സ്പേസും ഒക്കെ വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ ഒരു വാഷ് കൗണ്ടറും മിററും നൽകിയിട്ടുണ്ട്. വിശാലമായ ഈ ഒരു ബാത്റൂമിന് മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. സെറയുടെ വാട്ടർ ക്ലോസറ്റും ഡൈവേർട്ടറുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഹീറ്റ് എന്നുള്ള പോയിന്റ് എക്സ്പോസ്റ്റ് ഫാനുള്ള പ്രൊവിഷൻ നൽകിയിട്ടുണ്ട്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സീലിംഗ് ലൈറ്റോട് കൂടിയാണ് ഈ ഒരു ബാത്റൂം ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ താഴത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും വുഡിലാണ് ചെയ്തിരിക്കുന്നത്. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 13 അടിയിലേറെ നീളവും 11 അടിയോളം വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്.
ഈ ഒരു ഭാഗത്തായിട്ട് ഈസ്റ്റിലേക്ക് ഒരു 5 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഈ ഒരു വോളിലായിട്ട് ഡക്ക് സ്പേസും മനോഹരമായ ഒരു വാൾ ലൈറ്റ് നൽകിയിട്ടുണ്ട്. സീലിംഗ് വർക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ സീലിംഗ് വർക്കൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് 3 ഡോറിൻ്റെ ഒരു വാൾഡ്രോബും ഒരു ലാപ്ടോപ്പ് ടേബിളും അത്യാവശ്യം ഡക്ക് സ്പേസും വരുന്നുണ്ട്. ഈ ഒരു വാൾഡ്രോബ് കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും നൽകിയിട്ടുണ്ട്. താഴെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഒക്കെ വരുന്നുണ്ട്. ഇവിടെ നിന്നും ഈസ്റ്റിലേക്ക് ഒരു വലിപ്പമുള്ള വിൻഡോ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. മാറ്റ് ഫിനിഷ് ടൈലാണ് ഫ്ലോറിംഗിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ ഒരു വാഷ് കൗണ്ടറും മിററും നൽകിയിട്ടുണ്ട്. സെറയുടെ വാട്ടർ ക്ലോസറ്റും ഡൈവേർട്ടറുമാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഹീറ്ററിനുള്ള പോയിന്റും എക്സോസ്റ്റ് ഫാനുള്ള പ്രൊവിഷനും നൽകിയിട്ടുണ്ട്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സീലിംഗ് ലൈറ്റോട് കൂടിയാണ് ഈ ഒരു ബാത്റൂം ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ സ്റ്റെയറിൻ്റെ ഡീറ്റെയിലിലേക്ക് വരാം. സ്റ്റെയർ ഗ്രാനൈറ്റും ടൈലും യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. ഹാഫ് പോർഷൻ ഫ്ലോട്ടിംഗ് സ്റ്റൈലിലാണ് വന്നിരിക്കുന്നത്. ഹാൻഡ് റെയിലേക്ക് വന്നു കഴിഞ്ഞാൽ വുഡും ഗ്ലാസും ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് വരുന്നത്. സ്റ്റെയർ കയറി വരുമ്പോൾ സ്റ്റെയറിനോട് ചേർന്ന് വോളിലായി പർഗോളകൾ നൽകി ഗ്ലാസ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ ഒരു വോളിലായിട്ട് ഒരു ഡെക്കർ ബോക്സും നൽകിയിട്ടുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൊഫൈൽ ലൈറ്റ് കൊടുത്ത് മനോഹരമായ ഒരു ഹാങ്ങിങ് ലൈറ്റ് നൽകിയിട്ടുണ്ട്. സ്റ്റെയർ കയറി നമ്മൾ വരുന്നത് വിശാലമായ ഒരു അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. 16 അടിയിലേറെ നീളവും 15 അടിയോളം നീളവുമാണ് ഈ ഒരു അപ്പർ ലിവിംഗ് സ്പേസിന് ഉള്ളത്. അപ്പർ ലിവിംഗ് സ്പേസിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് വെസ്റ്റിലേക്ക് ഒരു 2 ഡോർ വിൻഡോ നൽകിയിട്ടുണ്ട്. വിൻഡോ പാനലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇവിടെയായിട്ട് ഒരു ഷെൽഫ് വരുന്നുണ്ട്. താഴെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും ഉണ്ട്. ഈ ഒരു വാൾ കംപ്ലീറ്റ്ലി വാൾപേപ്പറൊക്കെ കൊടുത്ത് മനോഹരമായ 2 വാൾ ലൈറ്റും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ട് യൂട്ടിലിറ്റി സ്പേസിലേക്കുള്ള ഓപ്പണിംഗ് ആണ് വരുന്നത്. ഇത് സ്റ്റഡി റൂമിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. താഴെയായി അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇവിടെയായിട്ടൊരു ഡെക്കർ സ്പേസ് നൽകിയിട്ടുണ്ട്. അതിനുള്ളിലായിട്ടൊരു സ്പോട്ട് ലൈറ്റും നൽകിയിട്ടുണ്ട്. ഈസ്റ്റിലേക്കൊരു 3 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. വിൻഡോ പാനലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇത് ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. സീലിംഗ് വർക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്പോട്ട് ലൈറ്റും പ്രൊഫൈൽ ലൈറ്റും ഹാങ്ങിങ് ലൈറ്റും ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് അത്യാവശ്യം വലുപ്പമുള്ളൊരു സെറ്റ് തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് മനോഹരമായ ഒരു വാൾ ലൈറ്റ് നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും വുഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 13 അടിയിലേറെ നീളവും 10.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. സൗത്തിലേക്ക് ഒരു സിംഗിൾ ഡോർ വിൻഡോയും വെസ്റ്റിലേക്ക് ഒരു 4 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. വിൻഡോകളെല്ലാം തന്നെ പാനലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വോളിലായിട്ട് ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഒരു ഡെക്കർ സ്പേസും വരുന്നത്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും ഒക്കെ കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് 3 ഡോറിൻ്റെ ഒരു വാൾഡ്രോബും ഒരു ലാപ്ടോപ്പ് ടേബിളും കൂടാതെ ഡെക്കർ സ്പേസും വരുന്നുണ്ട്. ഈ ഒരു വാൾഡ്രോബ് കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും വരുന്നുണ്ട്. താഴെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും ഡെക്കർ സ്പേസും ഒക്കെ കൊടുത്താണ് വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ ഒരു വാഷ് കൗണ്ടറും മിററും നൽകിയിട്ടുണ്ട്. വിശാലമായ ഈ ഒരു ബാത്റൂമിന് മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. സെറയുടെ വാട്ടർ ക്ലോസറ്റും ഡൈവേർട്ടറുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഹീറ്ററിനുള്ള പോയിന്റും എക്സോസ്റ്റ് ഫാനുള്ള പ്രൊവിഷനും നൽകിയിട്ടുണ്ട്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സീലിംഗ് ലൈറ്റോട് കൂടിയാണ് ഈ ഒരു ബാത്റൂം ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും വുഡിലാണ് ചെയ്തിരിക്കുന്നത്. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 13 അടിയിലേറെ നീളവും 10.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. ഈസ്റ്റിലേക്ക് 5 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഈ ഒരു വോളിലായിട്ട് ഡെക്കർ സ്പേസും മനോഹരമായ വാൾ ലൈറ്റും നൽകിയിട്ടുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് സീലിംഗ് വർക്കുകൾ വന്നിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് 3 ഡോറിൻ്റെ ഒരു വാൾഡ്രോബും ഒരു ലാപ്ടോപ്പ് ടേബിളും അത്യാവശ്യം ഡെക്കർ സ്പേസും വരുന്നുണ്ട്. ഈ ഒരു വാൾഡ്രോബ് കൂടാതെ ഈ ഒരു കോർണറിലായിട്ട് ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് കൂടി ചെയ്തിട്ടുണ്ട്. ഡ്രസ്സിംഗ് യൂണിറ്റിൻ്റെ സ്പേസിലേക്ക് നാച്ചുറൽ ലൈറ്റ് കിട്ടുന്ന രീതിയിൽ ഈസ്റ്റിലേക്ക് ഒരു സിംഗിൾ ഡോർ വിൻഡോയും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. മാറ്റ് ഫിനിഷ് ടൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ ഒരു വാഷ് കൗണ്ടറും മിററും നൽകിയിട്ടുണ്ട്. സെറയുടെ വാട്ടർ ക്ലോസറ്റും ഡൈവേർട്ടറുമാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഹീറ്ററിനുള്ള പോയിന്റും എക്സോസ്റ്റ് ഫാനുള്ള പ്രൊവിഷനും നൽകിയിട്ടുണ്ട്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സീലിംഗ് ലൈറ്റോട് കൂടിയാണ് ഈ ഒരു ബാത്റൂം ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ സ്റ്റഡി റൂം അല്ലെങ്കിൽ ഗസ്റ്റ് റൂം വരുന്നത്. ഈ റൂമിൻ്റെ ഡോറും വുഡിലാണ് ചെയ്തിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറായിട്ട് വരുന്ന ഈ റൂമിന് 12 അടിയിലേറെ നീളവും 10 അടിയോളം വീതിയുമാണ് ഉള്ളത്. ഈസ്റ്റിലേക്ക് ഒരു 5 ഡോർ വിൻഡോയും നോർത്തിലേക്ക് 3 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. വിൻഡോകളെല്ലാം തന്നെ പാനലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. കൂടാതെ ഭംഗിയുള്ള വാൾ ലൈറ്റും നൽകിയിട്ടുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്പോട്ട് ലൈറ്റ് ഒക്കെ നൽകിയാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് വലിയൊരു സ്റ്റഡി ടേബിളും അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും ബുക്ക് ഷെൽഫും എല്ലാം വരുന്നുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ യൂട്ടിലിറ്റി സ്പേസിലേക്ക് വരാം.
12 അടിയോളം നീളവും 10 അടി വീതിയുമാണ് ഈ ഒരു യൂട്ടിലിറ്റി സ്പേസിന് ഉള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് സ്ക്വയർ ട്യൂബിലുള്ള വിൻഡോയാണ് 2 ഭാഗത്തായിട്ട് നൽകിയിരിക്കുന്നത്. മെറ്റലിന് തന്നെ ഒരു ഡോറും നൽകിയിട്ടുണ്ട്. ഇവിടെയും സ്ക്വയർ ട്യൂബിൻ്റെ തന്നെ ഓപ്പണിംഗ് ആണ് വരുന്നത്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് വാഷ് കൗണ്ടറും ഒരു മിററും നൽകിയിട്ടുണ്ട്. വാഷിംഗ് മെഷീനുള്ള പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ടൊരു സ്ലാബ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അത്യാവശ്യ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഇവിടെയായിട്ട് ലഭിക്കുന്നു. നമുക്കിനി ഈ വീടിൻ്റെ വിശാലമായ ബാൽക്കണിയിലേക്ക് വരാം. 24 അടിയിലേറെ നീളവും 5.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബാൽക്കണിക്ക് ഉള്ളത്. ഹാൻഡ് റെയിൽ എസ്എസും ഗ്ലാസും ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നാച്ചുറൽ പ്ലാന്റ് ഒക്കെ നൽകിയിട്ടുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്പോട്ട് ലൈറ്റും പ്രൊഫൈൽ ലൈറ്റും ഒക്കെ കൊടുത്ത് ഭംഗിയുള്ള ഒരു വാൾ ലൈറ്റ് ഈ ഒരു വോൾ ലൈറ്റും നൽകിയിട്ടുണ്ട്. വിശാലമായ ഒരു ബാൽക്കണിയാണ് നിങ്ങൾക്കിവിടെ ലഭിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് 200 മീറ്റർ, വണ്ടർല അമ്യൂസ്മെന്റ് പാർക്കിലേക്ക് 3.5 കിലോമീറ്റർ, ഇൻഫോ പാർക്കിലേക്ക് 8 കിലോമീറ്റർ, കോലഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് 9.5 കിലോമീറ്റർ, എടപ്പള്ളിയിലേക്ക് 15 കിലോമീറ്റർ, കാക്കനാടേക്ക് 10 കിലോമീറ്റർ, തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷനിലേക്ക് 15 കിലോമീറ്റർ, ഇൻഫ്ര ഹൈടെക് പാർക്കിലേക്കും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കും 12 കിലോമീറ്റർ എന്നിങ്ങനെയാണ് ഡിസ്റ്റൻസ് ആയി വരുന്നത്. 5 സെന്റ് സ്ഥലത്ത് 2600 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളും സ്റ്റഡി റൂമും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സഹിതമുള്ള ഈ വീടിന് ബിൽഡർ ചോദിക്കുന്നത് 1,05,00,000 രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും ബിൽഡറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും വാങ്ങുന്നതിനും കൺസ്ട്രക്ട് ചെയ്യുന്നതിനും ലോൺ ഫെസിലിറ്റിക്കും സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സ്റ്റേറ്റ്സിൻ്റെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.